ഇതാണ് കോഴിക്കഞ്ഞി. നോമ്പ് മാസങ്ങളിൽ മാത്രം കൊടുക്കുന്ന ഒരു കോഴിക്കഞ്ഞി നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ? ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് നോമ്പ് മാസങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോഴിക്കഞ്ഞി കിട്ടുന്ന ഒരു അടിപൊളി സ്പോട്ടിലാണ്. അത് നമ്മുടെ കോഴിക്കോടാണ്. അപ്പൊ അതെങ്ങനെ കാര്യങ്ങൾ, ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്തൊക്കെയാലോ. സോ കമാൺ ഗൈസ്. നമ്മളെ ഈ കോഴിക്കഞ്ഞി ഏകദേശം എത്ര വർഷമായിട്ടുണ്ടാവും? 58 വർഷത്തോളായി ഇവിടെ തുടങ്ങി. 58 വർഷമായി. ഈ കോഴിക്കഞ്ഞിക്ക് എന്തോ ഒരു ചരിത്രം ഉണ്ടെന്ന് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇല്ല. നമ്മൾ ഉപ്പ ബർമയിലായിരുന്നു. ബർമയിൽ ഇവിടെ ജോലി ആവശ്യാർത്ഥം ബർമ പോയിട്ട് അവിടുന്ന് അധ്വാനിച്ചിട്ടാണ് ഈ സ്ഥലത്തുള്ള നമ്മളെല്ലാ സ്വത്തുക്കളും ഉണ്ടാക്കിയത്. അപ്പൊ അവിടുന്ന് അവിടെ വെച്ച് ബർമയിലുള്ള പ്രത്യേകതരം കഞ്ഞിയാണിത്. 3 ചെമ്പിലായിട്ടാണ് ഇവർ കോഴിക്കഞ്ഞി ഉണ്ടാക്കുന്നത് കേട്ടോ. ഈ ഒരു കഞ്ഞിയിലേക്ക് മെയിൻ ആയിട്ട് ലഗോൺ ചിക്കൻ ആണ് ഇവർ ഉപയോഗിക്കുന്നത്. ലഗോൺ ചിക്കൻ ഈ വെള്ളത്തിൽ തിളപ്പിച്ച് പുഴുങ്ങണം എന്നാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. ഈ കഞ്ഞി ഉണ്ടാക്കാൻ 15 ലഗോൺ കോഴിയാണ് ഇവർ യൂസ് ചെയ്തത് കേട്ടോ. ഇത് കൂടാതെ 23 കൂട്ടുകളും ഉപയോഗിക്കുന്നുണ്ട്. ആ 15 കോഴിയെല്ലാം ഇതേപോലെ പിച്ചി ചെറുതാക്കിയിട്ട് നേരതാ ആ ചെമ്പിലേക്ക് അങ്ങോട്ട് ഇടും കേട്ടോ. രാവിലെ ഇത് ഉണ്ടാക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ വൈകുന്നേരം 3:30 മണിയാകുമ്പോഴത്തേക്ക് എല്ലാ പരിപാടിയും കഴിയൂട്ടോ. ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് തൊട്ടടുത്തുള്ള 6 പള്ളികളിലാണ് ഇവർ കൊടുത്തോണ്ടിരിക്കുന്നത്. ഇത് കുടിക്കാൻ വേണ്ടിയിട്ട് ആർക്ക് വേണേലും വരാം. അതും ജാതി മതം അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. വെളുത്തുള്ളി, അതുപോലെ തന്നെ തേങ്ങാപ്പാല്, ഉള്ളി, അതുപോലെ തന്നെ പരിപ്പ്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും മിക്സ് ആക്കിയിട്ട് ഈ കഞ്ഞിയിലേക്ക് അങ്ങോട്ട് ഒഴിക്കും കേട്ടോ. നിങ്ങളെ ജീവിതത്തിൽ എന്തായാലും ഈ ഒരു കോഴിക്കഞ്ഞി ഒരു തവണയെങ്കിലും കുടിച്ചിരിക്കണം. അത് മസ്റ്റാണ്. കഞ്ഞി ഉണ്ടാക്കി കഴിഞ്ഞ് നേരെ ഈ ഒരു ചെറിയ ചെമ്പിലേക്ക് പാർന്ന് അതിലേക്ക് ഉള്ളിയൊക്കെ മിക്സ് ചെയ്ത് നേരെ പള്ളികളിൽ കൊണ്ടുപോയി വെക്കും കേട്ടോ. അപ്പൊ എന്തായാലും പോയി ട്രൈ അടുത്തിട്ട് കാണാം. ബൈ.